ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു വന്ന ബാലചന്ദ്രമേനോന്റെ അരികിലേക്ക് വൈകിട്ട് ശിവശങ്കരമേനോനും മനുശങ്കറും കൂടി എത്തുകയാണ്. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടുകൊണ്ട് വാതിൽ തുറക്കുവാൻ ചെന്ന അലീനയെ കണ്ടപ്പോൾ തന്നെ ശിവശങ്കരമേനോന്റെ മുഖം വല്ലാതെ കുത്തിവീർത്തു. തുടർന്ന് അയാൾ ബാലചന്ദ്രമേനോന്റെ മുറിയിലേക്ക് എത്തിയതിനു ശേഷം ചോദിക്കുന്നുണ്ട്, എന്താ ബാലചന്ദ്ര ഒരു മാർഗം? നമ്മുടെ കുട്ടികൾ രണ്ടുപേരും ഊരാക്കുടുക്കിലായിപ്പോയല്ലോ. ഒരാപത്ത് വന്നപ്പോൾ സഹായിക്കുവാൻ ഒരൊറ്റ ഒരുത്തനുമില്ല. ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി രണ്ട് കൈയും നീട്ടി ഇളിച്ചുകൊണ്ട് വന്ന രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ ഓടി അകലുകയാണ്. പീഡന കേസായതുകൊണ്ട് ഒരു രക്ഷയുമില്ലെന്നാണ് അവന്മാരൊക്കെ പറയുന്നത്. അവൻ്റെയൊക്കെ മക്കളോ മരുമക്കളോ ആയിരുന്നുവെങ്കിൽ കേസ് മറിച്ച് തിരിച്ചു വളച്ചൊടിച്ച് അവസാനം അവൻ്റെയൊക്കെ വരുതിയിലാക്കിയനെ. അതിന് ബാലചന്ദ്രമേനോൻ, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശിവേട്ട. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്തു, അതിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ വയ്യ. അത്രയും കേട്ടപ്പോൾ ശിവശങ്കരൻ ചോദിക്കുകയാണ്, തെറ്റ് ചെയ്യുന്നവരെല്ലാം ശിക്ഷ അനുഭവിക്കുന്നുണ്ടോ ബാലചന്ദ്ര? ഇല്ല, അതറിയുവാൻ ഞാൻ ഒരുപാട് വൈകി. തെറ്റ് ചെയ്യുന്നവർ മിടുക്കന്മാരും മിടുക്കികളുമായി സുരക്ഷിതരായി ജീവിക്കുന്നുണ്ട് എന്ന് അല്പകാലം മുമ്പാണ് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റ് ചെയ്യാത്തവരോ ഭയങ്കരമായി ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. ബാലചന്ദ്രമേനോന്റെ വാക്കുകളുടെ മുനയും മൂർച്ചയും മനസ്സിലാക്കിയ ശിവശങ്കരൻ പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ബാലചന്ദ്ര, നീ കൂടുതലൊന്നും പറയണ്ട. ആ പെണ്ണ് ഈ വീട്ടിൽ വന്നു കയറിയതിനു ശേഷമാണ് ഈ കുഴപ്പങ്ങളെല്ലാം ആരംഭിച്ചത്. അതിനു മുൻപ് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? അവൾ വന്നതോടെ ഈ കുടുംബത്തിന്റെ ഐക്യതയും ശാന്തതയും തകർന്നു. ജയന്തിയുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു. അവളുടെ ജീവൻ പോലും അപകടത്തിലായി. നിനക്ക് സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ? ഒരു കുഴപ്പവുമില്ലാതിരുന്ന നീ ഇപ്പോൾ ഹൃദ്രോഗിയായി മാറിയില്ലേ ബാലേന്ദ്ര? നീ കഷ്ടിച്ചല്ലേ മരണത്തിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടു പുറത്തു വന്നത്? ശരിയാ ശിവേട്ട, നിങ്ങളീ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാണ്. അലീന വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഓരോരോ കുഴപ്പങ്ങൾ കണ്ടു തുടങ്ങിയത്. പക്ഷേ അതൊന്നും അവൾ കൊണ്ടുവന്നതല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. കള്ളമായിട്ടും ചതിയായിട്ടും ഗൂഢാലോചനയായിട്ടും വളരെ വർഷങ്ങളായി ഇതെല്ലാം ഇവിടെ തന്നെ മൂടി വെച്ചിരുന്നതാണ്. സത്യത്തിന്റെ കൈ വന്ന മൂടി തട്ടി മാറ്റിയപ്പോൾ അതെല്ലാം ഓരോ അനർത്ഥങ്ങളായി പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിനക്കെല്ലാത്തിനും മുടന്തന്യായങ്ങൾ പറയാനുണ്ടല്ലോ ബാലേന്ദ്ര. പക്ഷേ ഇപ്പോൾ തന്നെ ഹരിയും രോഹിത്തും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴിപിഴച്ച അവസ്ഥയിലേക്ക് പോയത് എന്ന് നീ മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാണ്? സംശയമൊന്നുമില്ല, നിന്നെ കണ്ടു പഠിച്ചത് തന്നെയാണ്. നീയും ജയന്തിയും നേരാവണ്ണം ഒത്തു നിന്നിരുന്നെങ്കിൽ നിന്റെ മകൻ ഇങ്ങനെ ഒരു തെമ്മാടിത്തരത്തിന് പോകുമായിരുന്നോ? എന്റെ മകനെ കൂടി അവനല്ലേ വഴിപിഴപ്പിച്ചത്? അത്രയും കേൾക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ കിടക്കയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ബാലചന്ദ്രൻ പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾ എന്താ പറഞ്ഞേ? എൻ്റെ മോൻ തൻ്റെ മോനെ വഴിപിഴപ്പിച്ചെന്നോ? തൻ്റെ മകൻ ഈ വീട്ടിൽ വന്ന് ചെയ്ത വൃത്തികേടുകൾ എന്തൊക്കെയാണെന്ന് തനിക്കറിയണോ? ഞാൻ പറഞ്ഞുതരാം, ഓരോന്നോരോന്നായി പറഞ്ഞുതരാം. ഈ സമയത്ത് മുകളിൽ നടക്കുന്ന ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ടുകൊണ്ട് ബബിതയും മനുശങ്കറും കൃഷ്ണജയും എല്ലാം കൂടി മുകളിലേക്ക് ഓടിയെത്തുന്നുണ്ട്. തുടർന്ന് പെട്ടെന്ന് മനുശങ്കർ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അങ്കിളെ, മതി സംസാരിച്ചത്, എന്തിനാ വെറുതെ ബഹളം കൂട്ടുന്നത്? നീ ഒന്ന് മാറി നിൽക്കടാ. സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിന്റെ അച്ഛൻ അറിയണ്ടേ? നിന്റെ അനുജൻ ഈ വീട്ടിൽ വന്ന് കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് ഇയാൾ അറിയണ്ടേ മനു? എന്റെ മകൻ രോഹിത്തിനെ കൂട്ടുപിടിച്ച് ജ്യൂസിനകത്തും മയക്കുമരുന്ന് ചേർത്ത് അവൻ അലീനയ്ക്ക് കൊടുത്തു. എന്നിട്ട് അവളെ മുറിക്കുള്ളിൽ അടച്ച് റേപ്പ് ചെയ്യുവാൻ ശ്രമിച്ചു. കത്രികയെടുത്ത് സ്വന്തം വയറ്റിൽ കുത്തിയിറക്കിയാണ് അവൾ അന്ന് അവളുടെ മാനം രക്ഷിച്ചത്. അന്ന് ആശുപത്രിയിൽ വന്ന് പോലീസ് മൊഴിയെടുത്തപ്പോഴേ അലീന സത്യം പറഞ്ഞിരുന്നെങ്കിൽ തൻ്റെ മോൻ എപ്പോഴേ അഴിയെണ്ണിയനെ. അത്രയും കേട്ടപ്പോഴേക്കും ശിവശങ്കരൻ സ്തംഭിച്ചു നിന്നുപോയി. തുടർന്ന് ശബ്ദം താഴ്ത്തി അയാൾ ചോദിക്കുന്നുണ്ട്, സത്യമാണോ ബാലേന്ദ്ര നീ ഈ പറയുന്നതൊക്കെ? ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് ഈ നിൽക്കുന്ന തൻ്റെ മകനോട് ചോദിച്ചു നോക്ക്. അത് കേട്ടുകൊണ്ട് ശിവശങ്കരൻ മനുശങ്കറിന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും മനുശങ്കർ മുഖം തിരിച്ചു കളഞ്ഞു. ഞാനും ജയന്തിയും ഐക്യത്തിലും സ്നേഹത്തിലും കഴിയുന്ന സമയത്താണ് ഈ സംഭവം. എന്നിട്ട് അലീന വന്നു കയറിയതിന്റെ കുറ്റമാണെന്ന് അല്ലേ? പിന്നെയും ശിവശങ്കരൻ വിടുവാൻ തയ്യാറാകാതെ പറയുകയാണ്, അല്ലേ, അവളുടെ കുറ്റമല്ലേ? അവൾ ഇവിടെ വന്നു കയറിയത് കൊണ്ടാണല്ലോ അവരവളോട് അങ്ങനെയൊക്കെ ചെയ്തത്. നിർത്തടോ. പറയാനാണെങ്കിൽ വേറെ പലതും എനിക്ക് ഇനിയും പറയേണ്ടി വരും. തൻ്റെ മകൻ എൻ്റെ കൃഷ്ണമോളോട് ചെയ്തത് എന്താണെന്ന് തനിക്കറിയുമോ? ആ തന്തയ്ക്ക് പിറക്കാത്ത തെണ്ടി അവളുടെ മേൽ പോലും കൈവെക്കുവാൻ ശ്രമിച്ചു. ആ വാക്കുകൾ ശിവശങ്കരമേനോന്റെ മുഖമടച്ച് അടി കിട്ടിയതുപോലെ ആയിപ്പോയി. മൗനമായി അയാൾ കുനിഞ്ഞു നിൽക്കുകയാണ്. നൊടി നേരത്തെ നിശബ്ദതയ്ക്കുള്ളിൽ മനുശങ്കർ ചോദിക്കുകയാണ്, അച്ഛൻ ഇവിടെ വന്നത് പ്രശ്നം ഉണ്ടാക്കാനാണോ അതോ പ്രശ്നം പരിഹരിക്കാനാണോ? അത്രയും കേട്ടപ്പോഴേക്കും, എൻ്റെ മകൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അതിന് എനിക്ക് ഒരുത്തൻ്റെയും സഹായം ആവശ്യമില്ല. എന്തു വില കൊടുത്തിട്ടാണെങ്കിലും ഹരിയെ ഞാൻ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കും. പക്ഷേ ബാലേന്ദ്ര, നിന്റെ മകൻ രോഹിത്ത് അവിടെ തന്നെ കിടക്കും. നിന്റെ മകനായി ജനിച്ചു പോയതാണ് അവന് ലഭിച്ച ഏറ്റവും വലിയ ശിക്ഷ. ഇത് പറഞ്ഞിട്ട് അയാൾ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. റൂമിന്റെ പുറത്തു നിന്നുകൊണ്ട് എല്ലാവരും ഈ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ ബബിത അലീനയുടെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. വീണ്ടും താഴേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സ് പറയുകയാണ്, ഞാൻ അറിയാത്ത പലതും ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്.
രോഹിത്തും ഹരിയും ചേർന്ന് അവളെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണല്ലേ ആ കത്രിക അവൾ വയറ്റിൽ കുത്തിയിറക്കിയത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പ്രവേശിക്കപ്പെട്ടപ്പോൾ പോലും അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവൾ പോലീസിനോട് കള്ളം പറഞ്ഞു അത്രേ. ബബിത വല്ലാത്ത ചിന്താക്കുഴപ്പത്തിലായി. ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അവളുടെ മനസ്സ് അവളോട് തന്നെ ചോദിക്കുകയാണ്, ശരിക്കും അലീന ആരാണ്? ശത്രുവാണോ മിത്രമാണോ? അച്ഛൻ പറയുന്നതാണോ ശരി, അതോ അമ്മ പറയുന്നതാണോ? മുറിയിൽ കയറി വാതിലടച്ച ബബിത വല്ലാത്ത ചിന്താക്കുഴപ്പത്തിലേക്ക് നീങ്ങി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇതുവരെയുള്ള ഭാഗങ്ങളാണ് കണ്ടത്. ഇന്ന് നമ്മൾ പുതിയ എപ്പിസോഡിലേക്ക് പോവുകയാണ്. അതിനു മുൻപായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒപ്പം ഹൈപ്പ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. പുതിയ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണുവാൻ സാധിക്കുന്നത് അലീന എറണാകുളത്തേക്ക് ഫോൺ ചെയ്യുന്ന കാഴ്ചയാണ്. കൃഷ്ണജയും അരികിലുണ്ട്. രേവതിക്കുട്ടിയെ ലൈനിൽ കിട്ടിയപ്പോൾ അലീന അവളോട് പറയുകയാണ്, അതെ, എനിക്ക് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ആൻറ്റിയുടെ അടുത്ത് ഒരപേക്ഷ വെക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിച്ചത്. നീ ആൻറ്റിക്ക് ഒന്ന് ഫോൺ കൊടുക്കുമോ? അത് കേട്ടിട്ട് രേവതിക്കുട്ടി, ആഹാ, ഈ അപേക്ഷ എന്ന് പറയുമ്പോൾ ആ അപേക്ഷയ്ക്ക് എൻ്റെ സപ്പോർട്ട് വേണ്ടേ? വേണം വേണം. എങ്കിൽ പറ, എന്താണ് അപേക്ഷ? എനിക്ക് അങ്കിളിനെയും കൂട്ടി ഇവിടുത്തെ DYSPയെ ഒന്ന് പോയി കാണണം മോളെ. അതിത്തിരി കടന്ന കൈയാണല്ലോ. അങ്കിൾ ഇനിയും ഇതിൽ ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആൻറ്റിയോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ മോളെ. ഓ ശരി ശരി, ഞാൻ കൊടുക്കാം. അല്പം കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ ലൈനിൽ വന്നു. അലീന തൻ്റെ അപേക്ഷ അവരുടെ മുൻപിൽ വെച്ചു. കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഗ്രേസമ്മയുടെ മറുപടി അത് അല്പം പരുഷമായിരുന്നു. നിന്നെ രക്ഷിക്കാൻ അന്ന് രാത്രി ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയത് നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. പിന്നെ രേവതിക്കുട്ടിയുടെ നിർബന്ധവും. രോഹിത് എന്ന് പറയുന്നവൻ ഞങ്ങളുടെ ആരുമല്ല. മാത്രവുമല്ല, അവൻ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പത്രത്തിൽ കൂടി വായിച്ചറിയുകയും ചെയ്തല്ലോ. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം കൊച്ചേ. ആൻറ്റി എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത്. ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് പറ. ശരി, നീ പറ. ആൻറ്റി, ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ശരിക്കും ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് അതുമാത്രം അറിഞ്ഞാൽ മതി. മോളെ, അതൊക്കെ പത്രത്തിൽ അടിച്ചു വന്നിരുന്നല്ലോ. നീ അതൊക്കെ വായിച്ചില്ലേ? ആൻറ്റി, അതൊക്കെ ഞാൻ വായിച്ചു. പത്രത്തിൽ വന്നതും പോലീസ് പറഞ്ഞതും മാത്രമല്ലേ നമുക്കറിയൂ. പ്രതികളെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ പോലീസിനൊരു സത്യം മനസ്സിലായി കാണില്ലേ എന്താണ് സംഭവിച്ചത് എന്ന്? അതൊന്നറിഞ്ഞാൽ മാത്രം മതി. അതറിഞ്ഞിട്ടിപ്പോൾ എന്തോ ചെയ്യാനാ? ആൻറ്റി, രോഹിത്തിനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് എത്രയോ മാസങ്ങളായി. ഒരു കാര്യവും തനിയെ ചെയ്യുവാൻ അവന് ധൈര്യമില്ലാത്തവനാണ്. ഞാൻ പലപ്പോഴും അവനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പോലും അവൻ പതറിപ്പോകും. ഞാൻ ദേഷ്യപ്പെട്ടാൽ മിണ്ടാതെ പോയി കളയും. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലൊരു പാതകം ചെയ്യുമോ ആൻറ്റി? അവനെ കൂടി അവർ കക്ഷി ചേർത്തിട്ടുണ്ടായിരിക്കും. എന്നാലും ഒരു പെൺകുട്ടിയോട് അത്രയും ക്രൂരതയൊന്നും അവൻ്റെ മനസ്സിലില്ല ആൻറ്റി. അതിനുള്ള ധൈര്യവും അവനില്ല. അലീന, ആമ്പിള്ളേർ കൂടുമ്പോൾ എന്ത് വൃത്തികേടും കാണിക്കാനുള്ള ധൈര്യമുണ്ടാവും. ആൻറ്റി, ഞാൻ ഈ സംശയം പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. അന്ന് വൈകുന്നേരം രോഹിത്ത് വീട്ടിൽ വന്നപ്പോഴത്തെ അവൻ്റെ മട്ടും മാതിരിയും ഓർമ്മയുള്ളത് കൊണ്ടാണ്. ഒരുമാതിരി പേടി കിട്ടിയതുപോലെയായിരുന്നു അവൻ്റെ മുഖം. മറ്റുള്ളവരുടെ കൺവെട്ടത്തുനിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഭക്ഷണം പോലും അവൻ കഴിച്ചില്ല. കുറ്റം ചെയ്തവർ അങ്ങനെയൊക്കെയാണ്. അവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ മടിയുണ്ടാവും. ആൻറ്റി, അതങ്ങനെയല്ല. രോഹിത്തിനെ പോലീസ് പിടിച്ചുകൊണ്ടു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ മുറി പരിശോധിച്ചു. അവൻ്റെ മൊബൈൽ ഫോൺ മേശപ്പുറത്തുണ്ടായിരുന്നു. സംഭവം നടന്ന ദിവസം 2 മണിക്ക് ശേഷം അതിൽ നിന്ന് ഒരു കോള് പോലും എങ്ങോട്ടും പോയിട്ടില്ല. ഒരു കോള് പോലും വന്നിട്ടുമില്ല. അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതായത് ഹരിശങ്കറിനെയോ കൂട്ടുകാരെയോ അവൻ വിളിച്ചിട്ടില്ല. അവനോട് സംസാരിക്കാൻ അവർക്കും അവസരം കൊടുത്തിട്ടില്ല. മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്കിള് DYSPയോട് സംസാരിച്ചാൽ സത്യം അറിയാൻ പറ്റുമല്ലോ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കട്ടെ. ഇല്ലെങ്കിൽ എനിക്കവനെ രക്ഷിക്കണം. എനിക്ക് വേറെ ആരുമില്ല പറയാൻ. ഒരു മോളെ പോലെയാണ് ആൻറ്റി എന്നോട് പെരുമാറിയിട്ടുള്ളത്. അമ്മയുടെ അടുത്ത് ചോദിക്കുന്നത് പോലെയാണ് ഞാൻ ആൻറ്റിയുടെ അടുക്കൽ ഇപ്പോൾ ചോദിക്കുന്നത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ പറയുകയാണ്, ശരി, എന്തായാലും ഞാൻ അങ്കിളിനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വിളിക്കാം. ശരി ആൻറ്റി എന്ന് പറഞ്ഞ് അലീന ഫോൺ കട്ട് ചെയ്തു. പക്ഷെ പകലൊന്നും വിളി വന്നില്ല. രാത്രി 8 മണിക്ക് മാമച്ചൻ വിളിച്ചു. കൃഷ്ണജയാണ് ഫോൺ എടുത്തത്. എന്നിട്ട് ഉറക്കം വിളിച്ചു പറയുകയാണ്, അലീന ചേച്ചിക്കാണ് ഫോണ്, മാമച്ചൻ അങ്കിളാണ്. ഇത് കേട്ടുകൊണ്ട് അലീന ഓടി വന്ന് മാമച്ചനുമായി ഫോണിൽ സംസാരിച്ചു. മാമച്ചൻ പറയുകയാണ്, മോളെ, ഞാൻ അതിരമ്പഴയ്ക്ക് പോകാം നാളെ. ജോബിച്ചനോട് ഞാൻ സംസാരിച്ചു. നാളെ ജോലി സമയം കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ പാലായ്ക്ക് വരാമെന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ DYSPയെ കണ്ട് സംസാരിച്ചു നോക്കാം. പക്ഷേ ഒരു കാര്യം ഓർമ്മ വെച്ചു, ഒരു ശുപാർശയ്ക്കും ഞാനോ ജോബിച്ചനോ തയ്യാറല്ല. വിവരങ്ങൾ ചോദിച്ചറിയാം, അത്രമാത്രം. മതിയങ്കളെ, അത്രയും മാത്രം മതി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയോടെ അലീന ഫോൺ കട്ട് ചെയ്തു. വൈകുന്നേരം 7 മണി കഴിഞ്ഞ നേരത്ത് മാമച്ചൻ്റെ കാർ ബാലചന്ദ്രമേനോന്റെ വീട്ടുവളപ്പിലെത്തി. കാറിൽ നിന്ന് മാമച്ചനും ജോബിച്ചനും ഇറങ്ങി വന്നു. അലീന അവരെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
അകത്തേക്ക് കയറിയതിനു ശേഷം മാമച്ചൻ ചോദിക്കുകയാണ്, മേനോൻ എവിടെ മോളെ? ഒന്നും അറിയിക്കണ്ട അങ്കിളെ, താങ്ങാനുള്ള ശക്തിയില്ല. ഞങ്ങൾ മധുസൂദനെ കണ്ട് സംസാരിച്ചിട്ട് വരികയാണ്. നിന്റെ ഊഹം ഏറെക്കുറെ ശരിയാണ്. അത്രയും കേട്ടപ്പോഴേക്കും അലീനയുടെ കണ്ണിൽ ഒരു മിന്നൽ പിണറുണ്ടായി. ഹരിശങ്കർ എന്ന് പറയുന്നവൻ രോഹിത്തിനെ ചതിക്കുകയാണ് ചെയ്തത്. ബലപ്രയോഗമാണ് നടക്കാൻ പോകുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. എല്ലാം ഒരു ഒത്തുകളിയാണെന്ന് അവനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. സംഗതി ചതിയും ഗൂഢാലോചനയും ബലപ്രയോഗവുമാണെന്ന് മനസ്സിലായപ്പോൾ അവന് പേടിയായിപ്പോയി. അവന്മാർ വീഡിയോ പിടിക്കുന്നതിനിടയിൽ അവൻ അവരുടെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് ചാടി. പക്ഷേ അവർ പുറകിന് വന്നവനെ പിടികൂടി. വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവൻ കുതറിയപ്പോൾ അവന്മാരൊരു മുറിയിൽ പിടിച്ച് അവനെ അടച്ചിട്ടു. എല്ലാം കഴിഞ്ഞ് പോകുവാൻ നേരത്ത് പുറത്താരോടെങ്കിലും മിണ്ടിപ്പോയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് രോഹിത്തിനെ അവന്മാർ തിരിച്ചയച്ചത്. അത്രയും കേട്ടപ്പോഴേക്ക് വീണ്ടും അലീന ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ പിന്നെ രോഹിത്തിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? അവനെ എന്തിനാണ് റിമാൻഡ് ചെയ്യുന്നത്? അവൻ ഈ സംഘത്തിലെ അംഗമാണല്ലോ. മാത്രമല്ല ഇതെല്ലാം പോലീസ് അവന്മാരെ ഇടിച്ചു പിഴിഞ്ഞു ഊറ്റിയെടുത്ത കാര്യങ്ങളാണ്. പ്രതികളുടെ മൊഴിയല്ല പോലീസിനും കോടതിക്കും തെളിവ്, വാദിയുടെയും സാക്ഷികളുടെയും മൊഴികളാണ്. രോഹിത് ഒഴികെയുള്ള പ്രതികൾ നാളെ ഇതേ സത്യം കോടതിയിൽ ഏറ്റു പറഞ്ഞോളും എന്നെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? മാമച്ചന്റെ സംസാരത്തിൽ നിന്നും അലീനയ്ക്ക് രണ്ട് കാര്യങ്ങൾ വ്യക്തമായി. രോഹിത് കുറ്റകൃത്യം ചെയ്തിട്ടില്ല. എന്നിരുന്നാലും അവനെ രക്ഷിക്കുക എന്നത് അസാധ്യമാണ്. താഴെ നിന്നും അവ്യക്തമായ ശബ്ദങ്ങളൊക്കെ മുകളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ അതൊക്കെ കേൾക്കുകയാണ്. എന്നിട്ട് അയാൾ ഉറക്ക വിളിക്കുകയാണ്, കൃഷ്ണമോളെ, അവിടെ ആരാ വന്നിരിക്കുന്നത്? എന്താണ് അവിടെ സംസാരിക്കുന്നത്? ബാലചന്ദ്രന്റെ ശബ്ദം കേട്ടുകൊണ്ട് മാമച്ചനും ജോബിച്ചനും കൂടി മെല്ലെ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. ബാലചന്ദ്രമേനോന് മാമച്ചനെ അഭിമുഖീകരിക്കുവാൻ ഒരു സങ്കോചം തോന്നി. പഴയ ബാലചന്ദ്രമേനോനല്ല താനെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. നാട് മുഴുവൻ അറിഞ്ഞ ഒരു ബലാത്സംഗ കേസിലെ പ്രതിയുടെ അച്ഛനാണ്. മാമച്ചൻ അയാളുടെ മുൻപിലെത്തി. ഹസ്തദാനത്തിനു വേണ്ടി മാമച്ചൻ കൈനീട്ടിയപ്പോൾ അയാൾ ഒന്ന് അറച്ചു. ഷെയ്ഖ് ഹാൻഡ് നൽകുമ്പോൾ അയാളുടെ മുഖം താണു. ഉടനെ മാമച്ചൻ പറയുകയാണ്, ഇത് ജോബിച്ചൻ, MG യൂണിവേഴ്സിറ്റിയിലാണ് ജോലി, ഞങ്ങൾ ബന്ധുക്കളാണ്. ബാലചന്ദ്രമേനോൻ ജോബിച്ചനും ഷെയ്ഖ് ഹാൻഡ് നൽകി. അനന്തരം അവരെ ലോബിയിലെ ഇരിപ്പിടങ്ങളിലേക്ക് ഇരുത്തി. മേനോൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു അല്ലേ? ഒരു വിഷയം തുറന്നു കിട്ടുവാൻ വേണ്ടി എന്ന രീതിയിൽ മാമച്ചൻ ചോദിച്ചു. ഒവ്, ഇന്നലെ ഞാൻ ഡിസ്ചാർജായി പോന്നു. പിന്നെ അലീന എന്നോട് പറഞ്ഞു നിങ്ങൾ ചെയ്ത സഹായം. അതിന് എങ്ങനെ നന്ദി പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞുകൊണ്ട് മാമച്ചൻ്റെയും ജോബിച്ചൻ്റെയും മുഖത്തേക്ക് ബാലചന്ദ്രമേനോൻ മാറി മാറി നോക്കി. അപ്പോൾ മാമച്ചൻ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് നന്ദി പറയുന്നത്? നിങ്ങൾ അലീനയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും ചെയ്തത്. ഇപ്പോൾ തന്നെ അവളൊരു സഹായം ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇരുവരും കൂടി ഇപ്പോഴവിടേക്ക് എത്തുവാനുണ്ടായ സാഹചര്യം തുടർന്ന് മാമച്ചൻ വിശദീകരിച്ചു. രോഹിത് യഥാർത്ഥത്തിൽ കുറ്റവാളിയല്ല എന്നുള്ള തിരിച്ചറിവ് ബാലചന്ദ്രമേനോനെ അത്ഭുത സ്തബ്ധനാക്കി. പ്രത്യാശയുടെ ഒരടയാളം കാണാൻ തുടങ്ങിയതുപോലെ പ്രതീക്ഷയുടെ ഒരു കിരണം പ്രത്യക്ഷപ്പെട്ടതായി അയാൾക്ക് തോന്നി. തുടർന്ന് ബാലചന്ദ്രമേനോൻ ചോദിക്കുകയാണ്, അവൻ നിരപരാധിയാണെങ്കിൽ അവനെ നമുക്ക് രക്ഷിക്കാൻ കഴിയില്ലേ? പെട്ടെന്ന് മാമച്ചൻ പറയുകയാണ്, അത് ഞങ്ങളുടെ വിഷയമല്ല. സത്യമറിഞ്ഞാൽ മാത്രം മതി, മറ്റൊന്നിലും ഇടപെടില്ല എന്ന് വാക്കുകൊടുത്തത് കൊണ്ട് മാത്രമാണ് DYSP മധുസൂദനൻ ഇത്രയെങ്കിലും തുറന്നു പറഞ്ഞത്. അലീന ഇത്ര മാത്രമേ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമുള്ളൂ. സത്യം എന്തായിരുന്നു എന്നറിയണം. ഞങ്ങൾ അന്വേഷിച്ചു, അറിഞ്ഞു. ഇതാണ് സത്യം. അത് ഞങ്ങൾ നിങ്ങളോട് പറയുകയും ചെയ്തു. വീണ്ടും എന്തോ സംസാരിക്കാൻ ബാലചന്ദ്രമേനോൻ തുടങ്ങുമ്പോൾ തന്നെ കൈയെടുത്ത മാമച്ചൻ തടഞ്ഞിട്ട് പറയുകയാണ്, മിസ്റ്റർ മേനോൻ, ഇത്തരമൊരു കേസിൽ പ്രതികൾ പറയുന്ന സത്യത്തെക്കാൾ വാദികൾ പറയുന്ന കള്ളത്തിനായിരിക്കും സാധുത കൂടുതൽ. രോഹിത് കുറ്റവാളിയാണ് എന്ന് വാദിഭാഗത്തുനിന്നും മൊഴി വന്നാൽ പിന്നെ രക്ഷയില്ല. ബാലചന്ദ്രമേനോന് അതിൻ്റെ അർത്ഥം മനസ്സിലായി. അല്പസമയത്തേക്ക് അവിടെ ഒരു നിശബ്ദത തങ്ങി നിന്നു. ഈ സമയത്ത് അലീന ചായ കൊണ്ടുവന്ന് 3 പേർക്കും കൊടുത്തു. അത് രുചിച്ചു നോക്കിയിട്ട് മാമച്ചൻ അലീനയൊന്ന് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, മധുരമിടാൻ മറന്നോ മോളെ? അപ്പോൾ ജോബിച്ചൻ, മധുരം ഉണ്ടല്ലോ അങ്കിളെ. ഈ കഷായം രേവതിക്കുട്ടി എന്നും എനിക്ക് അവിടെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇപ്പോൾ ഇവൾക്കും എന്നോട് ഒട്ടും കരുണയില്ലാതെയായി. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ചൂട് ചായ ഊതി കുടിച്ചതിന് ശേഷം ജോബിച്ചനും മാമച്ചനും പോകുവാൻ തയ്യാറായി. മുറിവിട്ടിറങ്ങുമ്പോൾ വീണ്ടും മാമച്ചൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാനില്ല കേട്ടോ. നിങ്ങൾ പരിശ്രമിച്ചു നോക്ക്, ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റിയിരിക്കും. തുടർന്ന് ഇരുവരും കാറിലേക്ക് കയറുവാൻ തുടങ്ങുമ്പോഴേക്കും അലീന അവിടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ജോബിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞാൻ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. അവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു സത്യം മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ഈ സഹായത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയും എന്നറിയില്ല. അപ്പോൾ മാമച്ചൻ, എന്നോട് എന്തുകൊണ്ടാണ് നീ നന്ദി പറയാത്തതെന്ന് ഞാൻ കുറേ നേരമായിട്ട് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. അതിന് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അലീന പറയുകയാണ്, അത് ഞാൻ രേവതിക്കുട്ടിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവളല്ലേ അങ്കിളുടെ അടുത്ത് എൻ്റെ വക്കീലും പോലീസും ദാസിയും എല്ലാം. ദാസിയോ? യജമാനത്തി. ഇത് പറഞ്ഞുകൊണ്ട് മാമച്ചൻ ചിരിച്ചുകൊണ്ട് കാറിൽ കയറി യാത്രയായി. ബാലചന്ദ്രൻ ആകെ അസ്വസ്ഥനായി ബാൽക്കണിയിൽ കൂടി നടക്കുകയാണ്. അലീന മുകളിലേക്ക് എത്തിയപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ചെയ്യേണ്ടത്?
അവനെ രക്ഷിക്കണ്ടേ? അച്ഛാ, അച്ഛൻ മുറിയിൽ പോയി കിടക്ക്. തൽക്കാലത്തേക്ക് ഇങ്ങനെ നടക്കാൻ പോലും പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എനിക്കിനി അടങ്ങിയിരിക്കാൻ പറ്റുമോ മോളെ? അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? ശാന്തമായിട്ടിരുന്ന് ആലോചിച്ചൊരു വഴി കണ്ടുപിടിക്കാമെച്ചാ. വെറുതെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? തുടർന്ന് അലീന അയാളെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. കട്ടിലേക്ക് കിടന്നതിന് ശേഷം ബാലേന്ദ്രമേനോൻ ചോദിക്കുന്നുണ്ട് അലീനയോട്, നിനക്ക് എങ്ങനെ തോന്നി മോളെ അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ അന്വേഷിപ്പിക്കാൻ? അപ്പോൾ അലീന, അച്ഛാ, രോഹിത്തിന്റെ സ്വഭാവം നമുക്കറിയില്ലേ. ഹരിശങ്കറാണ് ഇതിന്റെ പിൻപിലുള്ളത്. അതെനിക്ക് ഉറപ്പായിരുന്നു ആദ്യം മുതൽ. രോഹിത്തിന് ഈ പറയുന്ന ധൈര്യം ഒന്നുമില്ല. മോളെ, SP പരിചയമുള്ളൊരു സുഹൃത്ത് എനിക്കുണ്ട്. ആ വഴിക്കൊന്ന് നോക്കിയാലോ നമുക്ക്? നിന്നെ അന്ന് ശിവേട്ടനും മറ്റും കോഴഞ്ചേരിക്ക് കടത്തിക്കൊണ്ടു പോയപ്പോൾ SP വിളിച്ചു പറഞ്ഞിട്ടാണ് പെട്ടെന്ന് അതിനൊരു പരിഹാരമുണ്ടായത്. ആ, അച്ഛൻ ഫോണിൽ വിളിച്ചൊന്ന് സംസാരിച്ചു നോക്ക്. മോളെ, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഫോണിൽ സംസാരിക്കുന്നത്? ചെന്ന് കാണണം. ഞാൻ അവിടം വരെ ഒന്ന് പോകാം. ഇന്നോ? ഇന്ന് വേണ്ടച്ചാ. അച്ഛൻ ഒരു ദിവസം കൂടി ഒന്ന് വിശ്രമിക്കുക. എൻ്റെ മനസ്സ് നേരെ നിൽക്കണ്ടേ മോളെ? ബാലചന്ദ്രൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഫോൺ എടുത്ത് തൻ്റെ സ്നേഹിതനുമായി സംസാരിച്ചു. എന്നിട്ട് അങ്ങോട്ട് ചെല്ലുകയാണെന്ന് അറിയിച്ചു. ഫോൺ കട്ട് ചെയ്തപ്പോൾ അലീന പറയുകയാണ്, അച്ഛൻ ഇവിടുത്തെ കാറിൽ പോകണ്ട, ഒരു ടാക്സി പിടിച്ചു പോയാൽ മതി. അതെന്തിനാ? അല്ല, അച്ഛനെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. അതുതന്നെയാണ് നല്ലതെന്ന് ബാലചന്ദ്രനും ബോധ്യപ്പെട്ടു. തൻ്റെ കാർ പരിചയമുള്ള ഒട്ടനവധി ആൾക്കാർ ടൗണിലുണ്ട്. ബാലചന്ദ്രമേനോൻ ഗോവർദ്ധനെ ഫോണിൽ വിളിച്ചിട്ട് ഒരു ടാക്സി ഏർപ്പാടാക്കി. ടാക്സി എത്തുമ്പോഴേക്കും അയാൾ വേഷം മാറി പോകാൻ ഒരുങ്ങി സിറ്റൗട്ടിൽ വന്നു നിന്നു. പോകാൻ നേരം അലീന പ്രത്യേകം ബാലചന്ദ്രമേനോനെ ഓർപ്പിക്കുന്നുണ്ട്, ഒരു വഴി അടഞ്ഞാലും അച്ഛൻ വിഷമിക്കരുത് കേട്ടോ. വേറെ പകരം 100 വഴികൾ ദൈവത്തിനുണ്ടാവും. അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അയാൾ ടാക്സിയിലേക്ക് കയറി. ബാലചന്ദ്രൻ പോയി കഴിഞ്ഞതിന് ശേഷം അലീന കൃഷ്ണജയും കൂട്ടിക്കൊണ്ട് ബബിതയുടെ റൂമിലേക്ക് എത്തി. വാതിൽ ചാരിയിട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബബിത മേശമേൽ തല വെച്ച് കിടക്കുകയാണ്. അലീന മുറിയിലേക്ക് കയറി വന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവൾ എതിർപ്പൊന്നും കാണിച്ചില്ല. രോഹിത്തിനെ സംബന്ധിച്ച് താൻ അറിഞ്ഞ വിവരങ്ങൾ അലീന ബബിതയെയും കൃഷ്ണജയും അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇനി നമുക്ക് ആശ്വസിക്കാം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത്രയും പറഞ്ഞിട്ട് അലീന മുറി വിട്ടുപോയി. കൃഷ്ണജയാണ് ബാക്കി കാര്യങ്ങൾ ബബിതയോട് വിശദീകരിച്ചത്. പാലാ DYSPയുടെ മകളുടെ ഭർത്താവാണ് മാമച്ചനങ്കിളിന്റെ ഒരു റിലേറ്റീവ്. ആ വഴിക്ക് അലീന ചേച്ചി അന്വേഷിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ്. ഇത് കേട്ടിട്ടും ബബിത ഒന്നും മിണ്ടിയില്ല. അപ്പോൾ വീണ്ടും കൃഷ്ണജ പറയുകയാണ്, ബബിത ചേച്ചി ഇനിയെങ്കിലും അലീന ചേച്ചി ഒരു ശത്രുവായി കാണരുത്. രോഹിയേട്ടൻ എന്തുമാത്രം ദ്രോഹിച്ചതാണ് അലീന ചേച്ചിയെ. എന്നിട്ടിപ്പോൾ ഒരാപത്ത് വന്നപ്പോൾ രോഹിത്തേട്ടനും ഈ കുടുംബത്തിനും രക്ഷയാകുവാൻ അലീന ചേച്ചി എന്തെല്ലാം വഴികളാണ് നോക്കുന്നത്. അത് കേൾക്കുമ്പോഴും ബബിത മേശപ്പുറത്തെ മഷിപ്പാടുകളിലേക്ക് നോക്കി മൗനമായിരുന്നു. ബാലചന്ദ്രമേനോൻ തിരികെ എത്തിയപ്പോൾ രാത്രി 9:30 മണി കഴിഞ്ഞു. അയാളുടെ മുഖം കണ്ടപ്പോഴേ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. ബാലചന്ദ്രൻ അത്താഴം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾ നിർബന്ധിച്ച് അല്പം കഴിപ്പിച്ചു. കഴിക്കാനുള്ള മരുന്നുകളും എടുത്തുകൊടുത്തു. അച്ഛൻ പോയ കാര്യമൊന്നും നടന്നില്ല അല്ലേ? മോളെ, SP ഒന്നും ചെയ്യാനില്ലെന്നാണ് പറയുന്നത്. പ്രതിയെ മർദ്ദിക്കരുത് എന്ന് പറയാം, അത്ര തന്നെ. സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ പറയാമല്ലോ അച്ഛാ. ഞാൻ കുറ്റവാളിയല്ല എന്ന് പ്രതി നൽകുന്ന മൊഴി അതാരെങ്കിലും മുഖവിലക്ക് എടുക്കുമോ മോളെ? കുറ്റം ചെയ്തവനും ചെയ്യാത്തവനും അത് തന്നെയല്ലേ പറയൂ. പിന്നെ ഒരു വഴിയുള്ളത് കോടതിയിൽ ചെല്ലുമ്പോൾ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരിക എന്നുള്ളത് മാത്രമാണ്. ബാലചന്ദ്രമേനോന്റെ ആ വാക്കുകൾ കേട്ടിട്ട് മറുപടി ഒന്നും പറയുവാനില്ലാതെ, ആ വിഷമവൃത്തത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു വഴിയും കാണാതെ അലീന ചിന്താക്കുഴപ്പത്തിൽ മൗനമായിരുന്നു. അത് കണ്ടിട്ട് ബാലചന്ദ്രമേനോൻ അലീനയെ ആശ്വസിപ്പിക്കുവാൻ എന്നവണ്ണം പറയുകയാണ്, എനിക്ക് പരിചയമുള്ള 1-2 രാഷ്ട്രീയക്കാരുണ്ട്. ഞാൻ അവരെ നാളെ ഒന്ന് കണ്ടിട്ട് സംസാരിച്ചു നോക്കട്ടെ. എല്ലാ മാർഗങ്ങളും നമ്മൾ ആരായണമല്ലോ. ചില രാഷ്ട്രീയ നേതാക്കളുടെ കൂട്ടുപിടിച്ച് പ്രതികളെ രക്ഷിക്കുവാനും കേസിന്റെ തെളിവുകൾ നശിപ്പിക്കുവാനും തൽപര കക്ഷികൾ അണിയറയിൽ നീക്കം നടത്തി തുടങ്ങിയതായി ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു. അതേറെക്കുറെ സത്യവുമായിരുന്നു. ശിവശങ്കരമേനോനും കൂട്ടരും ഹരിശങ്കറിനെ രക്ഷിക്കുവാൻ വേണ്ടി എന്തിനും സന്നദ്ധരായി അധികാര രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. എന്തായാലും രാവിലെ ടാക്സി വിളിച്ച് അതിൽ പുറപ്പെടുവാൻ നേരം ബാലചന്ദ്രമേനോൻ അലീനയോട് പറഞ്ഞു, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ശിവേട്ടനും മറ്റും ഹരിശങ്കറിന് വേണ്ടി 18 അടവും പയറ്റി പരാജയപ്പെട്ടിടത്തേക്കാണ് ഞാൻ ചെല്ലേണ്ടത്. അത് കേട്ടിട്ട് അലീന, ഹരിശങ്കറിനെ പോലെ അല്ലല്ലോ അച്ഛാ രോഹിത്ത്. ഹരിശങ്കറിന്റെ അച്ഛൻ കുറ്റം ചെയ്ത മകന് വേണ്ടിയാണ് ഓടി നടക്കുന്നത്. അച്ഛൻ അങ്ങനെയല്ല, തെറ്റ് ചെയ്യാത്ത മകന് വേണ്ടിയാണ്. അതുതന്നെയാണ് മോളെ എൻ്റെയും മനസ്സിലുള്ളൊരു ആശ്വാസം. ഇത് പറഞ്ഞ് അയാൾ വീണ്ടും ടാക്സിയിലേക്ക് കയറി. പോകുന്ന വഴിക്ക് ബാലചന്ദ്രമേനോൻ ആദ്യം കണ്ടത് തനിക്ക് സുപരിചിതനും ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷിയുടെ ഗ്രൂപ്പ് നേതാവുമായ PM ജോർജിനെയാണ്. വിവരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ കൈമലർത്തി കളഞ്ഞു. അയാൾ പറയുകയാണ്, ശരിയായിരിക്കാം, നിങ്ങളുടെ മകൻ ഒരുപക്ഷെ നിരപരാധിയായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ആ സത്യം തെളിയിക്കാൻ മുൻപോട്ടിറങ്ങിയാൽ നാളെ പത്രക്കാർ അത് കൊട്ടിഘോഷിക്കും. നാറിയാൽ ഈ വിഷയം അറിയാലോ, അടിമുടി നാറിയത് തന്നെയാണ്. നിങ്ങളുടെ മകൻ ഒരാളെ കൊന്നിട്ട് വരട്ടെ, ആ കേസ് ഞാൻ നോക്കാം. അത്രയും കേട്ടുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്നും ഇറങ്ങി. ആ ഗ്രൂപ്പിന്റെ എതിർ ഗ്രൂപ്പിലെ നേതാവായ KC ജോൺസിനെ പോയി കണ്ടു.
അപ്പോൾ അയാളുടെ മറുപടി, ഞാനിതിലെങ്ങാനും ഇടപെട്ടു എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ എനിക്കും ഈ പെൺവാണിഭ സംഘത്തിൽ പങ്കുണ്ടെന്ന് അവന്മാർ നാടൊട്ടുക്ക് പ്രചരിപ്പിച്ചു കളയും. എൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. അതുകൊണ്ട് തൽക്കാലം എനിക്കിതിനകത്തൊന്നും പറയാൻ പറ്റില്ല. തുടർന്ന് ബാലചന്ദ്രൻ ദേശീയ കക്ഷിയുടെ പ്രാദേശിക നേതാവിനെ പോയി കണ്ടു. ബാലചന്ദ്രൻ പറഞ്ഞതെല്ലാം അയാൾ ശ്രദ്ധയോടെ മൂളിക്കേട്ടു. എന്നിട്ട് പറയുകയാണ്, അധികാരം ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലല്ല എന്ന് ബാലചന്ദ്രൻ അറിയാമല്ലോ. കേന്ദ്രത്തിൽ ഭരണമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലിടപെട്ടാൽ ദൂരവ്യാപകമായി അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. സംഗതി ഞാൻ പറയുന്നത് ബാലചന്ദ്രന് മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അത് ഒരു വെറും വാക്കാണെന്ന് ബാലചന്ദ്ര മേനോന് മനസ്സിലായി. ഒരവസാന ശ്രമം എന്ന നിലയിൽ അയാൾ ഇടതുപക്ഷ കക്ഷിയുടെ നേതാവിനെ പോയി കണ്ടു. ബാലചന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും അയാൾ പൊട്ടിത്തെറിക്കുകയാണ്. താൻ എന്താണോ വിചാരിച്ചത്? തന്നെ പോലുള്ള ബൂർഷ മൂരാച്ചികളുടെ മക്കൾക്ക് തട്ടിക്കളിക്കാനുള്ളതാണോടോ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ വീടുകളിലെ പെൺകുട്ടികൾ? സർ, എൻ്റെ മകൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലേ? ആര് പറഞ്ഞടോ ചെയ്തിട്ടില്ലെന്ന്? ഇത് പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെയുള്ള അറിവാണ്. പോലീസിന്റെ ഭാഗത്തൊന്നോ? ഏത് പോലീസ്? ആരുടെ പോലീസ്? പറയടോ, ഞാനൊന്ന് അറിയട്ടെ ആരാണ് ആ പോലീസെന്ന്. സോറി, നിങ്ങൾ മാന്യമായി പെരുമാറുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നേതാവ് അപ്പോഴേക്കും കസേരയിൽ നിന്ന് ചാടി അങ്ങ് എഴുന്നേറ്റു. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഞാൻ തന്നോട് മാന്യത വിട്ട് പെരുമാറിയോ? മാന്യതയില്ലാത്ത പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ തനിക്ക്. ബാലചന്ദ്രൻ പിന്നെ അവിടെ ഒരു നിമിഷം നിന്നില്ല. നിരാശയോടെയാണ് അയാൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ജിജ്ഞാസയോടെ തൻ്റെ അരികിലേക്ക് ചെന്ന അലീനയോട് അയാൾ പറഞ്ഞു, നമുക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല മോളെ. അത് കേട്ടിട്ട് വീണ്ടും സാന്ത്വനമെന്ന വണ്ണം അലീന പറയുകയാണ്, അച്ഛൻ വിഷമിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. ഇനി നമ്മൾ എന്തു വഴി നോക്കാനാണ് മോളെ? അച്ഛാ, DYSP മധുസൂദനനെ ഒന്ന് കണ്ടാലോ? അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ് ഗുണം? അല്ല, നമ്മളിനി എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തോട് ചോദിക്കാം. അത് പോലീസിനോട് ചോദിക്കുന്നതിനേക്കാൾ വക്കീലിനോട് ചോദിക്കുന്നതല്ലേ മോളെ നല്ലത്? അച്ഛാ, വക്കീൽ എന്തു പറയാനാണ്? നമുക്ക് കോടതിയിൽ പോയി വാദിച്ച് ജയിക്കാം, ജാമ്യത്തിന് ശ്രമിക്കാം, ഇതൊക്കെയല്ലേ പറയൂ. അതല്ലാതെ എന്തെങ്കിലും മറ്റു വഴിയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബാലചന്ദ്രന് അത് അത്ര തൃപ്തിയായില്ല. അപ്പോൾ വീണ്ടും അലീന പറയുക, ഒന്ന് ശ്രമിച്ചു നോക്കാം അച്ഛാ, വേറൊന്നും നമുക്ക് നഷ്ടപ്പെടാനില്ലല്ലോ. ഞാൻ പോയിക്കൊള്ളാം. നീ പോകാനോ? അതെ, ഞാൻ തന്നെ പോയി കാണാം. അല്ല മോളെ, നീ തനിച്ചു പോകാനാണോ പ്ലാൻ ചെയ്യുന്നത്? അതേ അച്ഛാ, വേറെ ആരും വരണ്ട, ഞാൻ തന്നെ പോയി കണ്ടോളാം. മോളെ, നിന്നോട് അവർ പരുഷമായിട്ട് ഒരുപക്ഷെ പെരുമാറിയേക്കാം. ഇല്ലച്ചാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും ആ വഴി ഞാൻ ഒരു ശ്രമം നടത്തട്ടെ. ഇത് പറഞ്ഞിട്ട് അലീന തൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ DYSPയെ നേരിട്ട് കാണുവാൻ അലീന വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുകയാണ്. പാലായിലെത്തി DYSPയെ കാണുവാൻ അലീനയ്ക്ക് കഴിയുമോ? DYSPയെ കണ്ടാൽ അതിൽ കൂടി എന്തെങ്കിലും പ്രതീക്ഷയ്ക്കുള്ള വക ലഭിക്കുമോ? എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? വീണ്ടും ആ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.